ചപ്പാത്തിയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഓംലേറ്റ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. പാൻ ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ചെറിയ ഉള്ളി ഇട്ട് ഒരു ഒനിയനും ഇട്ടിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഈ പൊടികളൊക്കെ ചേർക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോയും ഒരു ചില്ലിയും ഒരുമിച്ചിട്ട് നന്നായിട്ട് നമുക്കിതിനെ വഴറ്റാവുന്നതാണ്. എന്നിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം നമുക്ക് ഗ്രേവിക്ക് എത്ര ആവശ്യമാണോ അത്രയും വെള്ളം ചേർക്കാം കേട്ടോ. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഞാൻ ഈ കാണിക്കുന്ന പോലെ പൊട്ടിച്ചൊഴിക്കണം. നമ്മൾ ഈ ബുൾസയൊക്കെ വയ്ക്കില്ലേ അതുപോലെ നടുക്കത്തെ ആ മഞ്ഞക്കരു പൊട്ടാണ്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊന്ന് ഒഴിക്കണം. ഞാനിവിടെ 4 മുട്ടയോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മുട്ട ഒന്ന് വെന്ത് വരും വരെ അടച്ചു വെച്ച് വേവിക്കുക. ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി. കോരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അടിയിൽ നിന്ന് വേണം എടുക്കാൻ, അല്ലെങ്കിൽ മുട്ട പൊടിഞ്ഞു പോകും കേട്ടോ. നമ്മൾ സാധാരണ മുട്ടക്കറി വെക്കുന്നതിനെക്കാട്ടിലും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മുട്ടക്കറിക്ക്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. താഴെന്ന് ഓരോ മുട്ടയായിട്ട് ഇങ്ങനെ കോരി എടുക്കാൻ നോക്കുക ഗ്രേവിൻ്റെ കൂടെ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഇഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഇത് കഴിക്കാം. അത്രയ്ക്ക് സൂപ്പറാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മുട്ടക്കറി പിന്നെ വെക്കുമോ എന്ന് തന്നെ ഡൗട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും റെസിപ്പി ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാം. ബൈ.